അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകാരുടെയും യന്ത്രങ്ങളും രത്നങ്ങളും ഏതൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നു. അശ്വതി നക്ഷത്രക്കാർക്ക് 7-ൽ വ്യാഴവും 9-ൽ ശനിയുമാണ് ഇപ്പോൾ നിലകൊള്ളുന്ന ഗ്രഹസ്ഥിതി. വളരെയേറെ കാര്യതടസ്സങ്ങൾ അനുഭവപ്പെടാൻ ഇടയുള്ള ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യങ്ങളും ഒരു രീതിയിലും മുമ്പോട്ട് നീങ്ങാത്ത അവസ്ഥാവിശേഷം അശ്വതി നാളുകാർക്ക് അനുഭവപ്പെടും. ചുരുക്കത്തിൽ സർവകാര്യ പ്രതിബന്ധം അനുഭവപ്പെടുന്ന വളരെ വിഷമകരമായ ഒരു അവസ്ഥ. ഇതിനെ തരണം ചെയ്യുന്നതിന് ഏറ്റവും ഫലപ്രദമായി മഹാഗണപതി യന്ത്രം 11 ദിവസം വച്ച് ആരാധന നടത്തി യന്ത്ര സംസ്കാര ക്രിയകളെല്ലാം നിർവഹിച്ച് വിധിപ്രകാരം ധരിച്ചാൽ വളരെ വേഗം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. മഹാഗണപതി യന്ത്രമാണ് ധരിക്കേണ്ടത്. എന്നാൽ യന്ത്രധാരണം സാധിക്കാത്തവർക്ക്, അത് പറ്റാത്തവർക്കായി അശ്വതി നാളുകളിൽപ്പെട്ടവർക്ക് ഇപ്പോൾ വൈഡൂര്യക്കല്ല് വെള്ളി ലോക്കറ്റിലാക്കി കഴുത്തിൽ ധരിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പ്രകാരം അനുഭവപ്പെടാവുന്ന തടസ്സങ്ങളെല്ലാം നിവാരണം ചെയ്ത് ഭാഗ്യകരമായ ഒരു തരംഗം സൃഷ്ടിക്കുന്നതിന് വൈഡൂര്യ മോതിരം അഥവാ വൈഡൂര്യ ലോക്കറ്റ് ധരിക്കുന്നത് കൊണ്ട് പൂർണ്ണമായിട്ടും ഇപ്പോൾ സാധിക്കുന്നതായി കാണുന്നു. ഭരണി നാളുകാർക്ക് അപ്രതീക്ഷിതമായ പല വിഷമങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ആരോഗ്യപരമായ പ്രശ്നങ്ങളും കർമ്മമണ്ഡലത്തിൽ പല വിധത്തിലുള്ള വിഷമസന്ധികളും അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം തന്നെയാണ്. ഇങ്ങനെയുള്ളവർക്ക് അവരുടെ കർമ്മമണ്ഡലത്തിലെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കുന്നതിനും അവരുടെ തടസ്സ വിഷമതകളെ അകറ്റി മനസ്സിലാഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കുന്നതിനുമായി മഹാസുദർശന യന്ത്രം ധരിക്കുന്നത് ഏറ്റവും ഉത്തമമായി കാണുന്നു. കൂടാതെ മറ്റു വിശ്വാസികൾക്ക് ആവശ്യാനുസരണം വെൺപത്മരാഗം എന്ന രത്നക്കല്ല് ശരിയായ അളവിൽ ലോക്കറ്റിലാക്കി കഴുത്തിൽ ധരിക്കുന്നത് വളരെയധികം പ്രയോജനവും അനുകൂല ഫലങ്ങളും നൽകുന്നതായി കാണുന്നു. കാർത്തിക നാളുകാർക്ക് 6-ാമിടത്ത് വ്യാഴവും 8-ാമിടത്ത് ശനിയും സഞ്ചരിക്കുന്ന വളരെ ദോഷാത്മകമായ ഒരു സമയമാണ്. എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ആരോഗ്യപരമായ പ്രശ്നങ്ങളും കടുത്ത മാനസിക വിഷമങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. കാർത്തിക നാളുകാരെ സംബന്ധിച്ച് തങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും തടസ്സ പ്രതിസന്ധികളിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നതിനായി മഹാതാരായന്ത്രം ധരിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നു. ദശമഹാവിദ്യകളിൽ ഒന്നായ താരാദേവിയുടെ യന്ത്രം ധരിക്കുന്നതിലൂടെ ഏത് ലക്ഷ്യവും വളരെ എളുതായി നേടിയെടുക്കുന്നതിനും തങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ഫലപ്രദമാക്കി തീർക്കുന്നതിനുമുള്ള ഒരു സാഹചര്യം അനുകൂലമായി വരുന്നതാണ്. അതോടൊപ്പം യന്ത്രധാരണം സാധ്യമല്ലാത്തവർക്കും ഇതിന് തൽക്കാലം ബുദ്ധിമുട്ടുള്ളവർക്കുമായി സൂര്യകാന്തം എന്ന രത്നക്കല്ല് ഒരു വെള്ളി ലോക്കറ്റിൽ തീർത്ത് കഴുത്തിൽ ധരിക്കുന്നത് വളരെയധികം ഗുണകരമായി കാണുന്നു. രോഹിണി നക്ഷത്രക്കാർക്കും 6-ാമിടത്തിൽ വ്യാഴവും 8-ാമിടത്ത് ശനിയും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. വളരെയധികം കാര്യതടസ്സങ്ങൾ, മനക്ലേശങ്ങൾ, ധനപരമായ നഷ്ടങ്ങൾ, ജീവിത രംഗത്ത്
പലതരത്തിലുള്ള പരാജയങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും എന്നിവയെല്ലാം അനുഭവിക്കാവുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. രോഹിണി നാളുകാർക്ക് മേൽപ്പറഞ്ഞ രീതിയിലുള്ള എല്ലാ പ്രയാസങ്ങളെയും മറികടക്കുന്നതിനും മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുരോഗതിയും ജീവിതത്തിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളും നേടിയെടുക്കുന്നതിനുമായി വളരെ ശക്തിമത്തായ ജയദുർഗ യന്ത്രം ധരിക്കുക. യന്ത്രധാരണത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്കായി വെൺപത്മരാഗം എന്ന രത്നക്കല്ല് കഴുത്തിൽ ലോക്കറ്റായി ധരിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്നു. മകയിരം നക്ഷത്രക്കാർക്ക് 5-ാമിടത്ത് വ്യാഴവും 7-ാമിടത്ത് ശനിയുമാണ് സഞ്ചരിക്കുന്നത്. ആരോഗ്യകരമായി പലവിധ പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ ആപത്തുകളും പല വിധത്തിലുള്ള തീവ്രമായ മനക്ലേശങ്ങളും കുടുംബപരമായ അസ്വസ്ഥതകളും മകയിരം നാളുകാർക്ക് ഉണ്ടായേക്കാം. ഈ വക പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതിനുമായി മകയിരം നാളുകാർ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് അശ്വാരൂഢ യന്ത്രം ദേഹത്ത് ധരിക്കുന്നത് ഏറ്റവും ഫലപ്രദമായി കാണുന്നു. അതോടൊപ്പം യന്ത്രധാരണത്തിന് ബുദ്ധിമുട്ടുള്ളവർ വളരെ സുന്ദരമായ ചെമ്പവിഴക്കല്ല് വെള്ളിയിൽ ലോക്കറ്റോ മോതിരമോ ആക്കി പണിതീർത്ത് ദേഹത്ത് ധരിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. തിരുവാതിര നക്ഷത്രക്കാർക്കും 5-ാം ഭാവത്തിൽ വ്യാഴവും 7-ാം ഭാവത്തിൽ ശനിയും സഞ്ചരിക്കുന്നു. കണ്ടകശനിയുടെ തീവ്ര ദുരിതങ്ങൾ തിരുവാതിരക്കാരെ ബാധിച്ചു കൂടാഴുകയില്ല. എല്ലാ കാര്യങ്ങളിലും തടസ്സം, കഠിനമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, തൊഴിൽപരമായ പ്രതിബന്ധങ്ങൾ, തൊഴിലിൽ കടുത്ത മന്ദത തുടങ്ങി പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ള സമയത്തിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്രകാരമുള്ള എല്ലാ വിഷമതകളും പൂർണ്ണമായിട്ട് ശമിക്കുന്നതിനും തങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ദോഷ വിഷമങ്ങൾക്ക് വളരെ ഫലപ്രദമായ ഒരു പരിഹാരം വേഗം ലഭ്യമാകുന്നതിനുമായി മഹാമൃത്യുഞ്ജയ യന്ത്രം ദേഹധാരണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അതോടൊപ്പം യന്ത്രധാരണം ബുദ്ധിമുട്ടുള്ളവർക്ക് മാഹേന്ദ്ര നീലം എന്ന രത്നക്കല്ല് മോതിരത്തിലോ ലോക്കറ്റിലോ ആക്കി ഫലപ്രദമായ അളവിൽ ധരിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. പുണർന്ന നാളുകാർക്ക് 4-ൽ വ്യാഴവും 6-ൽ ശനിയുമാണ് സഞ്ചരിക്കുന്നത്. ഒരു കാര്യവും മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കാത്ത സ്ഥിതി വരും. വളരെ ദീർഘനാളായി പരിശ്രമിക്കുന്ന കാര്യങ്ങൾ പോലും തടസ്സപ്പെട്ടു പോകാം. സാമ്പത്തികമായ നഷ്ടങ്ങളും പല വിധത്തിലുള്ള അസ്വസ്ഥതകളും പരാജയങ്ങളുമൊക്കെ സംഭവിക്കുന്നതിന് വളരെയധികം സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. ഇപ്രകാരം അനുഭവപ്പെടുന്ന ദോഷങ്ങളെയെല്ലാം മറികടക്കുന്നതിനും അതിൽ നിന്ന് മോചനം നേടി ആഗ്രഹിക്കുന്ന രീതിയിൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നതിനുമായി മഹാസുദർശന യന്ത്രം ദേഹധാരണം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അതോടൊപ്പം പുണർദം നാളുകാർ പീത പത്മരാഗം അഥവാ ഗോൾഡൻ സഫയർ എന്ന രത്നക്കല്ല് ശരിയായ അളവിൽ ലോക്കറ്റിലാക്കി കഴുത്തിൽ ധരിക്കുന്നത് വളരെയധികം മാറ്റങ്ങൾക്ക് കാരണമായി തീരുന്നതാണ്. പൂയം നാളുകാർക്ക് 4-ാം ഭാവത്തിൽ വ്യാഴവും 6-ാം ഭാവത്തിൽ ശനിയും തന്നെയാണ് സഞ്ചാരം. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും വേണ്ട വിധം നടക്കുകയില്ല. അപ്രതീക്ഷിതമായ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും സാമ്പത്തിക പരാധീനതകളും സാമ്പത്തിക നഷ്ടങ്ങളുമെല്ലാം പല വിധത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ ഇപ്രകാരമുള്ള എല്ലാ വിഷമങ്ങളെയും വളരെ വേഗം തരണം ചെയ്യുന്നതിനും
മനസ്സിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ തടസ്സമേതും കൂടാതെ നേടിയെടുക്കുന്നതിനുമായി രാജഗോപാല യന്ത്രം എന്ന ഒരു ഏലസ് വിധിപ്രകാരം തയ്യാറാക്കി ദേഹത്ത് ധരിക്കുക. അതോടൊപ്പം വൈറ്റ് ലോട്ടസ് സ്റ്റോൺ അഥവാ വെൺപത്മരാഗം എന്നറിയപ്പെടുന്ന കല്ല് ലോക്കറ്റിലാക്കി കഴുത്തിൽ ധരിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതായി കാണാം. ആയില്യം നാളുകാർക്കും 4-ാം ഭാവത്തിൽ വ്യാഴം, 6-ൽ ശനി, ഇപ്രകാരമാണ് ഗ്രഹസഞ്ചാരം. പല വിധത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. കയ്യിലുള്ള ധനം കൂടി നഷ്ടപ്പെട്ടു പോകാൻ സാഹചര്യം ഉണ്ടാകാതെ പ്രത്യേകം സൂക്ഷിക്കുക. ആലോചനക്കുറവും അശ്രദ്ധയും കൊണ്ട് ജീവിതത്തിൽ പല പ്രയാസങ്ങളും ഉണ്ടായേക്കാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവിധ ദോഷങ്ങളും ശമിക്കുന്നതിന് ജയസുദർശന യന്ത്രം ദേഹത്ത് ധരിക്കേണ്ടത് വളരെ അത്യാവശ്യമായി കാണുന്നു. അതോടൊപ്പം പത്മരാഗക്കല്ല് അഥവാ വൈറ്റ് ലോട്ടസ് സഫയർ എന്ന രത്നക്കല്ല് വെള്ളി ലോക്കറ്റിലോ മോതിരത്തിലോ ആക്കി ധരിക്കുന്നത് ഒരു പരിധിവരെ നിർഭാഗ്യ തരംഗങ്ങളെ ഒഴിവാക്കുന്നതിനും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും വളരെയധികം ഫലം നൽകുന്നതാണ്. മകം നക്ഷത്രക്കാർക്ക് 3-ാമിടത്ത് വ്യാഴവും 5-ൽ ശനിയുമാണ്. തീവ്രമായ രോഗദുരിതങ്ങൾ ഉണ്ടാകാതെ വളരെയധികം ജാഗ്രത പാലിക്കണം. ആലോചനക്കുറവും അശ്രദ്ധയും നിമിത്തം ചില അബദ്ധങ്ങൾ സംഭവിച്ചേക്കാൻ ഇടയുണ്ട്. സാമ്പത്തികമായ നഷ്ടങ്ങളും കാര്യപരാജയവും മനക്ലേശവും വർദ്ധിച്ചു വരാൻ ഇടയുള്ള ഈ സാഹചര്യത്തിൽ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മഹാസഞ്ജീവനി ഏലസ് വിധിപ്രകാരം തയ്യാർ ചെയ്ത് ധരിക്കുന്നത് രോഗങ്ങളെ ചെറുക്കുന്നതിനും ജീവിത ക്ലേശങ്ങളെ ഒരു പരിധിവരെ കുറയ്ക്കുന്നതിനും വളരെയധികം സഹായകരമായി കാണുന്നു. വെൺപത്മരാഗം എന്ന കല്ല് ശരിയായ രീതിയിൽ വെള്ളി ലോക്കറ്റിലാക്കി ധരിക്കുന്നതും വളരെയധികം ഈ നാളുകാർക്ക് പ്രയോജനം ചെയ്യുന്ന സന്ദർഭമാണ് ഇപ്പോൾ. പൂരം നക്ഷത്രക്കാർക്കും 3-ാമിടത്ത് വ്യാഴം, 5-ാമിടത്ത് ശനി, ഇപ്രകാരമാണ് ഗ്രഹസ്ഥിതി. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലെല്ലാം തടസ്സങ്ങൾ വന്നു ചേരാം. വളരെയധികം കണക്കുകൂട്ടലുകളോടുകൂടി ചെയ്യുന്ന കാര്യത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. അതോടൊപ്പം ആരോഗ്യപരമായ പ്രയാസങ്ങൾ, മറ്റ് പല വിധത്തിലുള്ള കുടുംബപരമായ അസ്വസ്ഥതകൾ ഇവയെല്ലാം ഉടലെടുക്കാൻ സാധ്യതയുള്ള ഒരു സമയവും കൂടിയാണ് ഈ നാളുകാരെ സംബന്ധിച്ച്. ഇപ്രകാരമുള്ള എല്ലാ വിഷമങ്ങളിൽ നിന്നും മോചനം നേടുന്നതിന് വളരെ വിശിഷ്ടമായി തയ്യാർ ചെയ്യപ്പെടുന്ന ലക്ഷ്മി യന്ത്രം ദേഹത്ത് ധരിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ദീർഘകാലം വച്ച് ആരാധന ചെയ്ത ഒരു ശ്രീ യന്ത്രം ഇപ്രകാരം ധരിച്ചാൽ അത് എല്ലാ വിഷമങ്ങളെയും മറികടന്ന് അത് ധരിക്കുന്നയാളിന് സകലവിധ പുരോഗതിയും നേടിക്കൊടുക്കുന്നതാണ്. അതോടൊപ്പം വൈഡൂര്യം എന്ന രത്നക്കല്ല് ധരിക്കുന്നതും വളരെ ഗുണം ചെയ്യുന്നു. ഉത്തരം നക്ഷത്രക്കാർക്ക് 3-ൽ വ്യാഴവും 5-ൽ ശനിയുമാണ് സഞ്ചാരം. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അത്ര നല്ലതല്ല. അപ്രതീക്ഷിതമായ രോഗങ്ങൾ, പലവിധ കഷ്ടപ്പാടുകൾ, യാത്രാക്ലേശം, അലച്ചിൽ, മനസ്സിന് മാന്ദ്യം, പലവിധ ദുരിതങ്ങൾ ഇവയെല്ലാം അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയിലാണ് കാര്യങ്ങൾ നടക്കുന്നതായ ഈ സമയം. മേൽപ്പറഞ്ഞ എല്ലാ വിഷമങ്ങളിൽ നിന്നും തികച്ചും ഫലപ്രദമായ ഒരു മോചനം ലഭിക്കുന്നതിനും അതോടൊപ്പം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ വളരെയധികം പ്രയോജനം ലഭിക്കുന്നതിനുമായി മഹാതാരായന്ത്രം ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായി കാണുന്നത്. ദശമഹാവിദ്യകളിൽ പെടുന്ന താരാദേവിയുടെ വളരെ ശക്തിപൂർവമായ ഒരു യന്ത്രധാരണം കൊണ്ട് ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുന്നതിനുള്ള സന്ദർഭമാണ്
സാധകന് ലഭിക്കുന്നത്. അതോട് ഒപ്പം അമദമണി എന്ന രത്നത്തിൻ്റെ ഒരു ലോക്കറ്റ് ധരിക്കുന്നതും വളരെയധികം ഉത്തമമായി കാണുന്നു. ഇതിന് ഇംഗ്ലീഷിൽ അമത്തിസ്റ്റ് എന്നും പറയാറുണ്ട്. അത്തം നക്ഷത്രക്കാർക്ക് 2-ൽ വ്യാഴവും 4-ൽ ശനിയുമാണ് സഞ്ചാരം. കണ്ടകശനിയുടെ പലവിധ വിഷമതകൾ അത്തം നാളുകാരെ ബാധിക്കാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം തടസ്സം, ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നതിന് വേണ്ടി എത്ര തീവ്രമായി പരിശ്രമിച്ചാലും ഫലമില്ലാതിരിക്കുക, ഇച്ഛാഭംഗം, അലച്ചിൽ തുടങ്ങി പല വിധത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ വന്നു ചേരാൻ ഇടയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിന് പരിഹാരമായി വളരെ ശാസ്ത്രീയമായി തയ്യാർ ചെയ്യപ്പെട്ട ദുർഗായന്ത്രം ധരിക്കുകയും പത്മരാഗ കല്ല് ധരിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണെന്ന് കാണാം. ചിത്തിര നാളുകാർക്ക് 2-ാം ഭാവത്തിൽ വ്യാഴവും 4-ൽ ശനിയുമാണ് കൂടുതലായും സഞ്ചരിക്കുന്നത്. വളരെയധികം ദോഷസ്ഥിതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതായി കാണാം. അപ്രതീക്ഷിതമായ കാര്യതടസ്സങ്ങൾ, മനക്ലേശം, ഇച്ഛാഭംഗം തുടങ്ങി പലവിധ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള സമയത്തിൽ കൂടിയാണ് മുമ്പോട്ട് പോകുന്നത്. ഈ നാളുകാരെ സംബന്ധിച്ച് എല്ലാ പ്രയാസങ്ങളും പരിപൂർണമായി അകലുന്നതിന് തികച്ചും ശാസ്ത്രീയമായ വിധിയിൽ തയ്യാർ ചെയ്യപ്പെട്ടതായ മഹാത്രിപുര സുന്ദരി യന്ത്രം ധരിക്കുന്നതാണ് ഏറ്റവും വിശിഷ്ടം. അത് എല്ലാ ദോഷകരമായ സാഹചര്യങ്ങളെയും അകറ്റി മനസ്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധിക്കുന്നതിന് വളരെ ഫലപ്രദമാണ്. അതോടൊപ്പം ഒരു പവിഴക്കല്ല് മോതിരം ധരിക്കുന്നതും ഗുണകരമെന്ന് കാണുന്നു. ചോദ്യ നക്ഷത്രക്കാർക്ക് ജന്മക്കൂറിൽ വ്യാഴവും 3-ാമത്തെ രാശിയിൽ ശനിയുമാണ് ഇപ്പോൾ സഞ്ചരിക്കുക. വ്യാഴത്തിൻ്റെ സ്ഥിതി വലിയ ദോഷകരമൊന്നുമല്ല. എങ്കിലും സാമാന്യമായി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ, വളരെ മന്ദഗതിയിൽ മാത്രമുള്ള പുരോഗതി, ഇച്ഛാഭംഗം, മനക്ലേശം തുടങ്ങി പലവിധ അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനെല്ലാം പരിഹാരമായിട്ട് ശിവപഞ്ചാക്ഷരി യന്ത്രം ശാസ്ത്രീയ വിധിപ്രകാരം ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. യന്ത്രധാരണത്തിന് ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മഹേന്ദ്രനീലം അഥവാ ബ്ലൂ സഫയർ എന്ന രത്നക്കല്ല് ധരിക്കുന്നതാവും ഉത്തമം. വിശാഖം നാളുകാർക്ക് ലഗ്നത്തിൽ വ്യാഴവും 3-ൽ ശനിയുമാണ്. എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും, ഇച്ഛാഭംഗം, മനക്ലേശം എന്നിങ്ങനെ പല ബുദ്ധിമുട്ടുകൾ വന്നു പെടാനുള്ള സാധ്യത കൂടുതലാണ്. പൊതുവെ തങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷമങ്ങളെയും തരണം ചെയ്യുന്നതിന് വേണ്ടിയും ഭാവിയിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ സുഗമമായി നടന്ന് കിട്ടുന്നതിന് വേണ്ടിയും ഈ നക്ഷത്രക്കാർ രാജഗോപാല യന്ത്രമാണ് ധരിക്കേണ്ടത്. ഇത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വളരെ വേഗം ഫലപ്രാപ്തി കൈവരുന്നതിന് ഉത്തമമാണ്. അതോടൊപ്പം വെൺപത്മരാഗ കല്ല് വെള്ളിയിൽ ലോക്കറ്റായി പണിത് ധരിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്നു. അനിഴം നക്ഷത്രക്കാർക്ക് 12-ാം ഇടത്ത് വ്യാഴവും 2-ാം ഭാവത്തിൽ ശനിയും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. തടസ്സങ്ങൾ വളരെയധികം ഉണ്ടാവാം. സാമ്പത്തിക നഷ്ടങ്ങൾ, പല വിധത്തിലുള്ള പരാജയങ്ങൾ, കടുത്ത മനക്ലേശങ്ങൾ, അലച്ചിൽ, പലവിധ ദുരിതങ്ങൾ ഇതെല്ലാം ധാരാളമായി അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു സന്ദർഭമാണ് അനിഴം നാളുകാരെ സംബന്ധിച്ച് ഇപ്പോഴുള്ളത്. വളരെ ഫലപ്രദമായി ഇതിന് ഒരു പരിഹാരം ഉണ്ടാകുന്നതിനായി നരസിംഹയന്ത്രം വിധിപ്രകാരം ശാസ്ത്രീയമായി തയ്യാർ ചെയ്ത് പൂജ നടത്തി ധരിക്കുകയും അതോടൊപ്പം ഗോൾഡൻ സഫയർ എന്ന രത്നക്കല്ല് ധരിക്കുകയും ചെയ്താൽ കാര്യമായ പ്രയോജനം തന്നെ ഉണ്ടാകുന്നതായി കാണുന്നു. തൃക്കേട്ട നാളുകാർക്ക് 12-ാം ഇടത്ത് വ്യാഴവും 2-ാം ഇടത്ത് ശനിയുമാണ്.
12-ലെ വ്യാഴം വളരെയധികം ദോഷങ്ങൾ ചെയ്യുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും തടസ്സം, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, പരാജയങ്ങൾ, കച്ചവടത്തിൽ സാമ്പത്തിക തകർച്ച, വിദ്യാർത്ഥികൾക്ക് പഠന നിലവാരം പിന്നോട്ട് പോവുക, ഉദ്യോഗസ്ഥർക്ക് വിപരീതമായ സ്ഥാനഭ്രംശങ്ങൾ, ഇവയെല്ലാം സൃഷ്ടിക്കുന്നതാണ് 12-ലെ വ്യാഴം. ഈ ദോഷകരമായ അവസ്ഥയിൽ നിന്നും കരകയറുന്നതിനായി വളരെയധികം ഫലപ്രദമായി തയ്യാർ ചെയ്ത താരായന്ത്രം ധരിക്കുക. ദശമഹാവിദ്യകളിൽ രണ്ടാമതായിരിക്കുന്ന താരാദേവിയുടെ യന്ത്രം എല്ലാ വിധത്തിലുമുള്ള ഗ്രഹദോഷങ്ങൾക്കും അതീവ ഫലം നൽകുന്നതായി കണ്ടിരിക്കുന്നു. അതോടൊപ്പം മരതകക്കല്ല് വെള്ളി മോതിരത്തിലോ ലോക്കറ്റിലോ ഒക്കെ ധരിക്കുന്നത് വളരെ ഗുണം ചെയ്യുന്നതാണ്. മൂലം നാളുകാർക്ക് 11-ൽ വ്യാഴവും ലഗ്നത്തിൽ ശനിയുമാണ് ഇപ്പോൾ സഞ്ചാരം. പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടും. വിട്ടുമാറാത്ത തലവേദന, BP, ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ, ചിന്താക്കുഴപ്പങ്ങൾ, മറ്റനേകം പ്രയാസങ്ങൾ, ഇവയൊക്കെ ഈ നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു സമയത്തിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. ഈ പറഞ്ഞ എല്ലാ വിഷമങ്ങളും വളരെ വേഗം പരിപൂർണമായി മാറിക്കിട്ടുന്നതിന് വേണ്ടി മഹാഗണപതി യന്ത്രം വിധിപ്രകാരം തയ്യാർ ചെയ്ത് ധരിക്കുന്നത് വളരെയധികം പ്രയോജനം നൽകുന്നതായി കാണുന്നു. അതോടൊപ്പം യന്ത്രധാരണം ബുദ്ധിമുട്ടുള്ളവർ വൈഡൂര്യക്കല്ല് മോതിരമോ ലോക്കറ്റോ ആയി ധരിക്കേണ്ടതാണ്. പൂരാടം നാളുകാർക്ക് 11-ൽ വ്യാഴവും ലഗ്നത്തിൽ ശനിയുമാണ് ഇപ്പോൾ. കഠിനമായ കാര്യതടസ്സങ്ങൾ, പരാജയങ്ങൾ, യാത്രാക്ലേശം, അലച്ചിൽ, സാമ്പത്തികമായ അപ്രതീക്ഷിതമായി ഉണ്ടാകാവുന്ന നഷ്ടങ്ങൾ, ഇവയെല്ലാം ഉണ്ടാകുന്നതിന് സാധ്യത വളരെ കൂടുതലാണ്. ദീർഘനാളായി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തടസ്സപ്പെടുന്നത് ഒഴിവാക്കുന്നതിനും മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അനുകൂലമായി ഫലപ്രദമായി നടക്കുന്നതിനുമായി വളരെ ഫലപ്രദമായിരിക്കുന്ന സമ്മോഹന ഗോപാലം എന്ന യന്ത്രം വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. യന്ത്രധാരണം ബുദ്ധിമുട്ടുള്ളവർ വെൺപത്മരാഗം അഥവാ വൈറ്റ് ലോട്ടസ് സ്റ്റോൺ എന്ന രത്നക്കല്ല് ധരിക്കേണ്ടത് അത്യാവശ്യം തന്നെയായി കാണുന്നു. ഉത്തരാടം നക്ഷത്രക്കാർക്ക് 10-ാം ഇടത്ത് വ്യാഴവും 12-ാം ഭാവത്തിൽ ശനിയുമാണ് സഞ്ചാരം. എല്ലാ കാര്യങ്ങളിലും തടസ്സമുണ്ടാകാം. സാമ്പത്തിക നഷ്ടങ്ങൾ വളരെയധികം വന്നു ചേരാനിടയുണ്ട്. കാര്യങ്ങൾക്കെല്ലാം പരാജയവും അതിൽ നിന്നുണ്ടാകുന്ന മനക്ലേശവും പലവിധ അസ്വസ്ഥതകളും വളരെ വേഗം സംഭവിക്കാവുന്ന ഒരു കാലഘട്ടമാണ് ഇത്. നിങ്ങൾ എന്തിനെല്ലാം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നുവോ അതെല്ലാം വളരെ തടസ്സപ്പെട്ടു പോകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത്. വളരെയധികം ഫലപ്രദമായ മഹാത്രിപുരസുന്ദരി യന്ത്രം വിധിപ്രകാരം ധരിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതായി കാണുന്നു. വെൺപവിഴമെന്ന കല്ല് വെള്ളി ലോക്കറ്റിലാക്കി ധരിക്കേണ്ടത് അതോടൊപ്പം തന്നെ വളരെ ആവശ്യകതയുള്ള ഒരു കാര്യവുമാകുന്നു. തിരുവോണം നക്ഷത്രക്കാർക്കും 10-ാം ഇടത്ത് വ്യാഴവും 12-ൽ ശനിയുമാണ് സഞ്ചാരം. അനവധി കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകും. സാമ്പത്തികമായ നഷ്ടങ്ങൾ അപ്രതീക്ഷിതമായി ഉണ്ടായേക്കും. ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും തടസ്സവും പലവിധ പ്രതിബന്ധങ്ങളും അനുഭവപ്പെടാൻ സാധ്യത കാണുന്നുണ്ട്. ഈ വക ക്ലേശങ്ങളിൽ നിന്നെല്ലാം പരിപൂർണമായ ഒരു വിമോചനത്തിന് വേണ്ടി മഹാശാസ്ത്രയന്ത്രം വിധിപ്രകാരം ശാസ്ത്രീയമായി തയ്യാർ ചെയ്ത് ധരിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. അതോടൊപ്പം യന്ത്രധാരണം പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ളവർ ഇന്ദ്രനീലക്കല്ല് ലോക്കറ്റിലോ മോതിരത്തിലോ ആക്കി ധരിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്.
അവിട്ടം നക്ഷത്രക്കാർക്ക് 9-ൽ വ്യാഴവും 11-ൽ ശനിയും നിൽക്കുന്ന വളരെ ഗുണാത്മകമായ ഒരു കാലഘട്ടമാണ്. മനസ്സിൽ ശരിയായി വിചാരിച്ച് ഇറങ്ങിത്തിരിച്ചാൽ ഏത് കാര്യത്തിലും വിജയം നേടാവുന്ന ഒരു സമയം കൂടെയാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ പരിപൂർണമായ സാധ്യതയ്ക്ക് വേണ്ടിയും എല്ലാ ലക്ഷ്യങ്ങളും ആഗ്രഹിക്കുന്ന വേഗത്തിൽ നിറവേറ്റപ്പെടുന്നതിന് വേണ്ടിയുമായി ഒരു മഹാത്രിപുരസുന്ദരി യന്ത്രം തന്നെ വിധിപ്രകാരം ശാസ്ത്രീയമായി തയ്യാർ ചെയ്ത് ധരിക്കേണ്ടതാണ്. അതോടൊപ്പം പവിഴക്കല്ല് മോതിരത്തിലാക്കി ധരിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും. ചതയം നാളുകാർക്ക് 9-ാം ഭാവത്തിൽ വ്യാഴവും 11-ാം ഭാവത്തിൽ ശനിയും സഞ്ചരിക്കുന്നു. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായ നേട്ടങ്ങൾ, ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥലം മാറ്റങ്ങൾ, സ്ഥാനക്കയറ്റം, ബിസിനസ്സുകാർക്ക് തങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ വലിയ നേട്ടങ്ങൾ എന്നിങ്ങനെ വളരെയധികം അനുകൂലങ്ങളായ ഫലങ്ങൾ ഉണ്ടാകാവുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഗുണങ്ങൾ പരിപൂർണമായിട്ട് ലഭ്യമാകുന്നതിന് വേണ്ടി മഹാസുദർശന യന്ത്രം വിധിപ്രകാരം തയ്യാർ ചെയ്ത് ധരിക്കുന്നത് അങ്ങേയറ്റം പ്രയോജനം ചെയ്യുന്നതാണ്. യന്ത്രധാരണം ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് ഗോൾഡൻ സഫയർ അഥവാ പീത പത്മരാഗം എന്ന അപൂർവമായ രത്നക്കല്ല് കഴുത്തിൽ ലോക്കറ്റായി ധരിക്കുന്നത് കൊണ്ട് വളരെയധികം പ്രയോജനം ലഭിക്കുകയും ചെയ്യുന്നതാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് 8-ൽ വ്യാഴം 10-ൽ ശനി ഇപ്രകാരമാണ് ഗ്രഹസ്ഥിതി. വളരെയധികം തടസ്സങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. എല്ലാ കാര്യങ്ങളിലും പരാജയം സംഭവിച്ചേക്കാം. അപ്രതീക്ഷിതമായി ഉണ്ടാകാവുന്ന രോഗദുരിതങ്ങൾ, മനസ്സിൻ്റെ തീവ്രമായ പ്രയാസങ്ങൾ എന്നിവയെല്ലാം ഈ നാളുകാർക്ക് കടുത്ത പ്രതികൂല സ്ഥിതികൾ ഉണ്ടാക്കുന്നതിന് സാധ്യത കൂടുതലാണ്. ഇങ്ങനെയുള്ള പ്രയാസങ്ങളെ തരണം ചെയ്യുന്നതിനും എല്ലാ വിഷമങ്ങളിൽ നിന്നും പരിപൂർണമായി വിടുതൽ ലഭിക്കുന്നതിനുമായി വളരെ ഫലപ്രദമായിരിക്കുന്ന മഹാസുദർശന യന്ത്രം വിധിപ്രകാരം തയ്യാർ ചെയ്ത് ധരിക്കേണ്ടതാണ്. അതോടൊപ്പം യന്ത്രധാരണത്തിന് ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ ഇന്ദ്രനീലക്കല്ല് അഥവാ ബ്ലൂ സഫയർ എന്ന് പറയുന്ന രത്നം ശരിയായ വിധിപ്രകാരം ലോക്കറ്റിൽ ആക്കി കഴുത്തിൽ ധരിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിൽ വ്യാഴം 10-ൽ ശനി ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. ഉദ്ദേശിക്കുന്ന അനേകം കാര്യങ്ങൾക്ക് തടസ്സങ്ങളുണ്ടാകാം. ധനപരമായ നഷ്ടങ്ങൾ, പരിശ്രമങ്ങൾ വിജയിക്കാത്ത സ്ഥിതിവിശേഷം, ലക്ഷ്യപ്രാപ്തിക്കായി തീവ്ര പരിശ്രമം ചെയ്താലും യാതൊരു ഫലവും ഉണ്ടാകാത്ത സ്ഥിതിവിശേഷം, ഇങ്ങനെ പല വിധത്തിലുള്ള സമ്മിശ്രമായ ഫലങ്ങൾ അനുഭവപ്പെടാവുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ലക്ഷ്യപ്രാപ്തിക്ക് പൂർണ്ണത കൈവരിക്കുന്നതിനും ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ഫലപ്രദമായി നടക്കുന്നതിനുമായി ഈ നാളുകാർ ജയദുർഗ യന്ത്രം ധരിക്കുക. അതോടൊപ്പം യന്ത്രധാരണം ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ സമുദ്രനീലക്കല്ല് വെള്ളി ലോക്കറ്റിലാക്കി ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. രേവതി നക്ഷത്രക്കാർക്ക് 8-ൽ വ്യാഴം 10-ൽ ശനി എന്ന ഗ്രഹസ്ഥിതിയാണ് കാണുന്നത്. കാര്യതടസ്സങ്ങൾ വളരെയധികം ഉണ്ടാകാം. അലച്ചിൽ, യാത്രാക്ലേശം, കടുത്ത മാനസിക പ്രയാസങ്ങൾ, അപ്രതീക്ഷിതമായിട്ടുണ്ടാകാവുന്ന അനാരോഗ്യസ്ഥിതി, ഇങ്ങനെ പല ബുദ്ധിമുട്ടുകൾ ഒരേ സമയം വന്നു ചേരാൻ സാധ്യതയുള്ള സമയമായി കാണുന്നു. എല്ലാ വിഷമങ്ങളെയും തരണം ചെയ്ത് അനുകൂലമായ ഉത്തമമായ ഫലം നേടിയെടുക്കുന്നതിന് രേവതി നാളുകാർ രാജഗോപാല യന്ത്രം ധരിക്കുക. അതോടൊപ്പം നക്ഷത്രങ്ങൾക്ക് അനുയോജ്യമായ രത്നങ്ങളാണ് നോക്കുന്നതെങ്കിൽ രേവതി നാളുകാർ മരതകം എന്ന രത്നം ഏറ്റവും ഉത്തമമായ വെള്ളിയിൽ
ലോക്കറ്റ് തീർത്ത് കഴുത്തിൽ ധരിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്.